ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ എപ്പിസോഡ് എന്തായിരിക്കും? 6 വരിപ്പിന്നിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്തായിരിക്കും? 7 വരിപ്പിന്നിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 7 ഇഴ എടുത്തിട്ട്, ഇഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 7 പാർട്ടാക്കി തിരിക്കും മുടീനെ. എന്നിട്ട് നമ്മൾ മെടയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്യണമെന്ന് നോക്കാം. 7 മുടികൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒന്ന് മെടഞ്ഞെടുക്കാം, ബ്രെയ്ഡ് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ മുടി ഇങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് 7 സെക്ഷനായിട്ട് തിരിച്ചെടുക്കാം കേട്ടോ. 1 2 3 4 5 6 7. ഓക്കെ, 7 ആയില്ലേ? ഇനി നമുക്കിതിനെ ഈ ഓരോ മുടികളെയും നമുക്കൊന്ന് 3 മെടച്ചിലായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ഈ ഒരു ബ്രെയ്ഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് മെടഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള 6 മുടിയും ഇതുപോലെ മെടഞ്ഞെടുക്കാം കേട്ടോ. യെസ്, ഇപ്പം നമ്മൾ 7 എണ്ണം മെടഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 മെടച്ചിൽ 1 2 3 4 5 6 and 7. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെ മെടയാൻ നോക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലത്തെ ഫേസ്റ്റത്തെ സ്ട്രാൻഡ് എടുക്കാം. നോക്കിക്കോ കേട്ടോ. ഇത് അടുത്ത മുടിയുടെ താഴത്തേക്കൂടെ എടുക്കുക. എന്നിട്ട് അടുത്ത മുടിയുടെ മേലേക്കൂടെ എടുക്കുക. പിന്നെ അടുത്ത മുടിയുടെ താഴത്തേക്കൂടെ എടുക്കുക. വീണ്ടും അടുത്ത മുടിയുടെ മേലേക്കോടെ എടുക്കുക. പിന്നെ അടുത്ത മുടിയുടെ താഴത്തേക്കൂടെ, ദെൻ ഈ മുടിയുടെ മേലേക്കോടെ. ഇത് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്തോട്ടോ, മുകളിലേക്ക് കയറ്റിയിട്ട്. ഓക്കെ, ഇവിടെ വരെ എത്തി അല്ലേ? ഇവിടെ എത്തിയില്ലേ? ഈ മുടിയുടെ അടുത്ത മുടി ഉണ്ടല്ലോ, രണ്ടാമത്തെ മെടഞ്ഞേക്കിടുന്നത്, മെടഞ്ഞ മുടി, ഈ മുടിയുടെ തൊട്ടടുത്തുള്ള മുടിയുടെ മേലേക്കൂടെ, അടുത്ത മുടിയുടെ താഴേക്കൂടെ, വീണ്ടും മേലേക്കൂടെ, വീണ്ടും താഴേക്കൂടെ, വീണ്ടും മേലേക്കൂടെ. ഓക്കെ, ഈ അടുത്ത മുടി എടുക്കുക. അടുത്ത മുടിയുടെ മേലേക്കൂടെ, പിന്നത്തെ മുടിയുടെ താഴേക്കൂടെ, പിന്നത്തെ മുടിയുടെ മേലേക്കൂടെ, പിന്നത്തെ മുടിയുടെ താഴേക്കൂടെ, പിന്നത്തെ മുടിയുടെ മേലേക്കൂടെ. ഇപ്പോൾ റെഡിയായേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നിർത്തി പിടിച്ചോളൂ കേട്ടോ, മാറിപ്പോണ്ട. പറഞ്ഞ പോലെ ഈ മുടിയുടെ മേലേക്കൂടെ എടുക്കാം. എന്നിട്ട് അടുത്ത മുടിയുടെ താഴേക്കൂടെ, പിന്നെ മേലേക്കൂടെ, വീണ്ടും താഴേക്കൂടെ, പിന്നെ വീണ്ടും മേലേക്കൂടെ. എന്നെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അത് ഓക്കെ. 1 2 3 4 5 6 and 7. ഓക്കെ, നോക്കിയേ. മേലേക്കൂടെ. ഓക്കെ, ഇനി ബാക്കി ഞാൻ മെടഞ്ഞിട്ട് ഫുള്ളും കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, ഇവിടെ ഇതുവരെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ മെടഞ്ഞിട്ട്. ബാക്കി ഇതും കൂടി ഒന്നും കൂടി വേണമെങ്കിൽ മെടഞ്ഞ് നോക്കാം, ശരിയാവും കേട്ടോ. ബാക്കി വരുന്ന ഈ റബ്ബർ ബാൻഡ്സൊക്കെ ഒന്ന് മാറ്റാട്ടോ നമുക്ക്. ഇത് നോക്കിക്കേ, ഇതാണ് 7 വരി പിന്നിൽ, അതായത് 7 സ്റ്റാൻഡ് ബ്രെയ്ഡ്. ആകെ ഒരു ചുരുണ്ടി ഇരിക്കുകയാണല്ലേ ഇത്. ഒന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണ്, ഒന്ന് പഠിച്ചിരിക്കണമൊക്കെ നല്ലതാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ നമുക്കത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മുടിയുടെ ഇടയിൽ കൂടെ
കോർത്തെടുക്കുന്നതാണ് കേട്ടോ ഈ ബ്രെയ്ഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ബ്രെയ്ഡുകൾ പോലെയല്ല, കുറച്ച് ടഫുമാണ്, എന്നാൽ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. നമ്മുടെ ഫൈനൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള ബ്രെയ്ഡ്സൊക്കെ ഞാൻ എന്തായാലും കാണിക്കുന്നതാണ്. എനിക്ക് ഈ ബ്രെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു നോർമൽ ലൈഫിലേക്ക് എന്തായാലും നമ്മൾ എത്തും, അതൊക്കെയാണല്ലോ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നത്, ഇപ്പോഴൊക്കെ എന്തിനാണ് ഇങ്ങനെ മുടിയുടെ ഹെയർ സ്റ്റൈൽസിൻ്റെ ഒക്കെ ചെയ്യുന്നത്, നിങ്ങൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ആരും പുറത്തേക്ക് പോകുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ, അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, ഇന്നലെയും നാളെ നമ്മൾ എന്തായാലും പുറത്തേക്ക് പോകുമല്ലോ, അപ്പോഴായാലും യൂസ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കാണിക്കാനായിട്ട് ഒത്തിരി എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഒത്തിരി സമയമുണ്ട്, അത് വീഡിയോ ആയിട്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും കാത്തിരിക്കുക. Take care, be safe and be cool. Bye.